എപ്പോഴും സ്വന്തം താല്പര്യം എല്ലാ മേഖലയിലും എല്ലാവരും സംരക്ഷിക്കുമല്ലോ. ഈ പറയുന്ന ആളുകളൊക്കെ തന്നെ ആയിരിക്കും, കുറച്ച് കൂലി എഴുത്തുകാരായിരിക്കാം. അനിമോളിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നൊരു പ്രവണതയായിരുന്നു സമയത്ത് കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനെപ്പറ്റി എന്താണ്? അത് ആരും എല്ലാവരും കൂടെ ഒരുമിച്ച് പ്ലാൻ ചെയ്തൊന്നും ആവാൻ സാധ്യതയില്ല. ശക്തിക്ക് പേഴ്സണലി അനുമോളോട് പറയാനുണ്ട്, മിൻസിക്ക് അനുമോളോട് പറയാനുണ്ട്. അതിലേക്കും അതിനകത്ത് എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഞാനും ആദ്യ സമയത്ത് വന്നപ്പോൾ ഞാൻ കളിയാക്കി. അത് അനുമോളിനെ മാത്രമല്ല പിആറിൻ്റെ പേര് കളിയാക്കിയത്. പിന്നെ അനുമോളിനെ പിആറിൻ്റെ പേര് കളിയാക്കി, അനീഷിനെ വേറെ പല കാര്യങ്ങളിലും കളിയാക്കി, ഷാനവാസിനെ കളിയാക്കി, അക്ബറിനെ കളിയാക്കി. ഞാൻ ചെന്ന സമയത്ത് എല്ലാവരും കളിയാക്കി. അപ്പോൾ ഉടനെ എനിക്കെതിരെ ചില ആളുകൾ പ്രതികരിച്ചു. ഈ പറയുന്ന ആളുകളൊക്കെ തന്നെ ആയിരിക്കും, കുറച്ച് കൂലി എഴുത്തുകാരായിരിക്കാം. അത് കഴിഞ്ഞിട്ട് ഞാനവരുടെ എല്ലാം സുഹൃത്തായി. ഞാൻ ഇറങ്ങുമ്പോൾ അനീഷിൻ്റെ സുഹൃത്തായി, അനുമോൾക്ക് എന്നോട് വലിയ സ്നേഹമായി. അപ്പോൾ ഇവര് മൂന്നിൽ ആരും കിട്ടിയാലും എനിക്ക് സന്തോഷം. ഈ അക്ബർ 5ാം സ്ഥാനത്തേക്ക് എത്തി. അക്ബറിന് വോട്ട് നല്ല രീതിയിൽ നിലനിന്നൊരു വ്യക്തി 5ാം സ്ഥാനത്തേക്ക് എത്തിയത് ഏഷ്യാനെറ്റ് അല്ലെങ്കിൽ ബിഗ് ബോസ് ഭയങ്കരമായിട്ട് ആൾക്കാരെ അവർക്ക് സപ്പോർട്ട് ചെയ്യും, അവരുടെ കൂടെ നിൽക്കുന്നവരെ മാത്രം നിലനിർത്തുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് സാറിന്? ഇതെപ്പോഴും സ്വന്തം താല്പര്യം എല്ലാ മേഖലയിലും എല്ലാവരും സംരക്ഷിക്കുമല്ലോ. നമുക്ക് പരിചയമുള്ള ഒരാളിനെ നമ്മൾ എപ്പോഴും സപ്പോർട്ട് ചെയ്യില്ല. നിങ്ങൾ തന്നെ ഇപ്പോൾ 5 ക്യാമറയായിട്ട് എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടിനെ കൂടെ ഏറ്റവും അടുത്ത് നിർത്താൻ നിങ്ങൾ ശ്രമിക്കില്ലേ? അത് ഏത് മേഖലയിലാണ് സംഭവിക്കാത്തത്? അതുകൊണ്ട് താല്പര്യമുള്ളവരെ എവിടെ എല്ലായിടത്തും നിർത്തും. അതിന് അയാൾക്ക് നമ്മളെ താല്പര്യമില്ലാത്ത ഒരാൾ മാറി നിന്നിട്ട് കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. എനിക്ക് എൻ്റെ ക്രൂവിനോ അല്ലെങ്കിൽ എൻ്റെ പിന്നിലുള്ളവർക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്ന കാണത്തില്ല. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് വിറ്റായി എന്ന് ഞാൻ പരാതി പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഓക്കെ സാർ, താങ്ക് യു. പിന്നെ അനുമോളിനെ പേഴ്സണലി അറിയുന്നതല്ലേ ബിഗ് ബോസിൽ കയറുന്നതിന് മുമ്പേ? അപ്പോൾ പുറത്തും ഇതേപോലെ തന്നെ ആയിരുന്നു അനുമോളുടെ സ്വഭാവം. അവിടെ ഞാൻ പക്ഷേ എനിക്കറിയാവുന്ന അനുമോളിന് ഇത്രയും ബുദ്ധി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു. അവൾ ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് വന്നതിന് ശേഷമാണ് എല്ലാത്തിനും എങ്ങനെ പ്രയോജനപ്പെടുത്തണമെന്ന് ബുദ്ധിപരമായിട്ട് മനസ്സിലാക്കിയത്. എനിക്ക് കുറച്ച് പൊട്ടത്തരങ്ങളും കുറച്ച് ഇമോഷൻസും ഉള്ള ഒരാളായിട്ടാണ്. പെട്ടെന്ന് തന്നെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണറിയുന്ന ഒരു നേച്ചറാണ്. അതിപ്പോൾ പൊതുവേ ആക്ടേഴ്സ് എല്ലാം സെൻസിറ്റീവ് ആയിരിക്കും, ഓവർ സെൻസിറ്റീവ് ആയിരിക്കും. അത് ബിഗ് ബോസിലെ ആൾക്കാരും കപ്പെടുക്കാം അങ്ങനെയുണ്ടോ? എന്തോ ഇപ്പോൾ ജിൻഡോ ആയാലും ഇതേപോലെയാണ്, ഭയങ്കര ഇമോഷണലി ആയിരുന്നു. പ്രേക്ഷകരുടെ മുന്നിൽ ഭയങ്കര ഈ കപ്പ് ആർക്കെടുക്കാം കൊടുക്കാമെന്നുള്ള അതിനകത്തൊക്കെ കുറേ കാര്യങ്ങൾ പിന്നാമ്പുറ പ്രവർത്തകർക്കും ചെയ്യാൻ കഴിയും. കപ്പ് ആര് വാങ്ങിക്കണം എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നതിന് അവർക്കും കുറേ കാര്യങ്ങൾ ചെയ്യും. ഇത് ഏത് റൂട്ടിലൂടെ കൊണ്ടുപോകണമെന്ന് അവർക്ക് തീരുമാനിക്കാൻ പറ്റും. അപ്പോൾ അതും സഹായിക്കും. പിന്നെ പുറത്തുള്ള നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ സഹായം, പിന്നെ നമ്മൾ കൊടുക്കുന്ന കണ്ടൻറ്റ്, ഇതെല്ലാം കൂടെ ചേരുമ്പോൾ ശരിയാവും. ഇതെല്ലാം കൂടെ ഒരവസ്ഥ ഉണ്ടാവണം. അതിനിപ്പോൾ ജിൻഡയാണോ അനുമോളാണോ അഖിൽമാരാണോ എന്നൊന്നുമില്ല. അതിൻ്റെ ഒരു കളിപ്ലേ ഉണ്ട് അതിൻ്റെ പേരിൽ. അതൊക്കെ നമ്മൾ ഇതിൻ്റെ ഒരു കൗതുകവും രഹസ്യ സ്വഭാവവും നമ്മൾ പുറത്താക്കി കഴിഞ്ഞാൽ പിന്നെ ബിഗ് ബോസിന് ഒരു പ്രസക്തി കുറയും. ടിക്കറ്റ് ഫിനാലയിൽ എല്ലാ മത്സരങ്ങളും ജയിച്ച് ഫസ്റ്റായിട്ട് പോലും ടോപ്പ് 5 നൂറ ഉണ്ടായിരുന്നില്ല. അതെനിക്കറിയാം. ഞാനും വിചാരിച്ചിരുന്നത് ടിക്കറ്റ് ഫിനാലെ എന്ന് പറഞ്ഞാൽ ഫിനാലയിൽ വരുമെന്നാണ്. പക്ഷേ ഫിനാലെ വീക്കിലേക്ക് വരുമെന്നാണ് പിന്നീട് കേട്ടത്. അപ്പോൾ അതിൻ്റെ ഒരു സാങ്കത്യം എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇവർ സംഘാടക സമിതിക്ക് എന്ത് തീരുമാനങ്ങൾ മാറ്റാനുള്ള അവകാശമുണ്ടല്ലോ. അവരിൽ കമ്മിറ്റിക്ക് അധികാരമുണ്ടെന്ന് തീരുമാനങ്ങൾ മാറ്റാൻ. അതുപോലെയാണ് ടോപ്പ് 5 ഇരിക്കേണ്ട ഒരാളായിരുന്നില്ലേ നൂറ? ടോപ്പ് 5 ഇരിക്കേണ്ട ആളാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് എനിക്ക് കൺഫ്യൂഷൻ ആണ്. മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഗെയിമറാണല്ലോ, അല്ലെങ്കിൽ ടാസ്കും വിജയിച്ചിട്ടാണല്ലോ. ടാസ്ക് വിജയിച്ച എല്ലാ ടാസ്കുകളും ഏറ്റവും പ്രധാനമായിട്ട് വിജയിച്ച ആര്യനാണ്. ആര്യൻ്റെ അത്രയും ടാസ്ക് വിജയിച്ച ആരും ഈ സീസണിലുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനോട് വലിയ ടാസ്കുകൾ വിജയിച്ചിട്ടുമില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ കോണ്ടന്റുകൾ കൊടുക്കുക, എപ്പോഴും ഈ ബിഗ് ബോസിൽ സാന്നിധ്യം അറിയിച്ചുകൊണ്ടിരുന്ന ഒരാളെന്നുള്ള രീതിയിലും ഇത്രയധികം ആക്രമണം നേരിട്ട് അതിനെ അതിജീവിച്ച ഒരാളെന്നുള്ള രീതിയിലും അനുമോൾ തീർച്ചയായും ഡിസർവിംഗ് ആണ്. ഒരു ക്വാളിറ്റിയുള്ള ഒരു മനുഷ്യനെന്നുള്ള രീതിയിൽ അനീഷ് ഡിസർവിംഗ് ആണ്. ഇതിൻ്റെ എല്ലാം ഇടയിൽ നിന്ന് കാര്യങ്ങൾ മാനേജ് ചെയ്തുള്ള ആളെന്നുള്ള രീതിയിൽ ഷാജി നിവാസ് ഡിസർവിംഗ് ആണ്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളുണ്ട്. താങ്ക് യു.